മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണ് തയ്യാറാക്കാം. ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു ബണ്ണാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ പിസ്സ പോലെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് അതിനായിട്ടൊരു ബണ്ണ് തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള പാലൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്, അതുകൊണ്ട് നമുക്കിത് പൊടിയുടെ കൂടെ അപ്പോൾ തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മുട്ടയുടെ വെള്ള എടുക്കുന്നുണ്ട്. മുട്ട മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല, വെള്ള മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 240 ml കപ്പിനാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. പൊടിയും കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിനാണ് ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. അല്പം ഓയിൽ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്കിത് ഈ ബൗളിൽ വെച്ച് ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് കവർ ചെയ്ത് വെക്കാം. 1 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 200 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ ആണ്. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുത്താണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് ഒക്കെ ഒരു 1/4 കപ്പ് വീതമൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നതൊക്കെ തന്നെ വേണമെന്നില്ല. ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുകയും വേണ്ട. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന കാരണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് അതിലേക്ക് വേണമെങ്കിൽ ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ഇതുപോലെ ഫോർക്കും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഷ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ പാകത്തിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയുടെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് ചേർക്കുകയാണ്. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ബണ്ണ് തയ്യാറാക്കാനായിട്ട് കുഴച്ച് വെച്ച മാവാണ്. ഇതിപ്പോൾ ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. 1 മണിക്കൂറായിരുന്നു നമ്മളിത് വെച്ചിരുന്നത്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അല്പം പൊടി ഇതിലേക്ക് തൂളിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം.
ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 8 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇതിൽ നിന്നും ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ബണ്ണിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 8 ബണ്ണും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് സമയത്തേക്ക് നമുക്കിത് ഒരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് കവർ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മളിത് വെച്ചിട്ട് 15 മിനിറ്റ് ആയി. അത് കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ട്രെയിലാണോ നമ്മൾ ബേക്ക് ചെയ്യുന്നത് ആ ട്രെയിലേക്ക് അല്പം ഓയിൽ പുരട്ടിയിട്ട് ഓരോ ബണ്ണും നമുക്ക് ഇതിലേക്ക് വെക്കാം. എന്നിട്ട് അതിന്റെ നടുഭാഗത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ആ കുഴി ഉണ്ടാക്കുന്ന ഭാഗം മേളിലോട്ടൊന്ന് വീണ്ടും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെക്കാം. നമ്മുടെ പിസ്സ പോലെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിവിടെ പിസ്സ സോസ് ഒന്നും ഇതിന്റെ മുകളിലേക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ പിസ്സ സോസ് ഒക്കെ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പം അത് രണ്ടും ചെയ്യുന്നില്ല, ഫില്ലിംഗ് മാത്രം വെക്കുന്നുള്ളൂ. ഇതിന്റെ മുകളിലേക്ക് അല്പം മോസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുക്കാം. ഓരോ ബണ്ണും തയ്യാറാക്കിയതിന് ശേഷം പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ ഒരു ചിക്കൻ ബണ്ണിന്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഇതുപോലെയല്ല ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഫില്ലിങ് ചെയ്യുമല്ല, അത് ബണ്ണിന്റെ ഉള്ളിൽ തന്നെ ചിക്കന്റെ ഫില്ലിങ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് ആവശ്യമുള്ളവർ നോക്കിയാൽ മതി. നമ്മളിവിടെ ബണ്ണെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് അല്പം എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാവ് കുഴയ്ക്കാൻ നേരത്ത് ഒരു മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എഗ് വൈറ്റ് മാത്രമേ നമ്മൾ അന്നേരം ഉപയോഗിച്ചിട്ടുള്ളൂ. അതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ആ എഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് യോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനിവിടെ യോക്ക് മാത്രമാണ് ഇതിലേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് മുട്ട ഇല്ലെങ്കിലും നമുക്ക് ഇതിലേക്ക് പാലാണേലും അല്പം ഇതുപോലെ റബ് ചെയ്ത് കൊടുത്താൽ മതി. ബേക്ക് ചെയ്യുമ്പോൾ ബണ്ണിന്റെ മുകൾ ഭാഗത്തൊരു ബ്രൗൺ കളർ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് പാൽ അല്ലെങ്കിൽ എഗ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിന്റെ മുകളിലേക്ക് അല്പം ഒറിഗാനോ ഇട്ട് കൊടുക്കുകയാണ്. പിസ്സയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 25 മിനിറ്റ് നമുക്കിത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എടുക്കാം. ഓരോരുത്തരുടെ ഓവനിലെ ടെമ്പറേച്ചറിന്റെ അനുസരിച്ച് ടൈമിങ്ങിൽ വ്യത്യാസം വരും. അപ്പൊ അതനുസരിച്ച് ചെയ്താൽ മതി. എനിക്ക് ഇവിടെ 25 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇത് റെഡി ആയി കിട്ടും. നമ്മുടെ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിലേക്ക് അല്പം ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. ആ മാവ് ഒന്ന് പൊങ്ങി വരാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ചീസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ കഴിച്ചോളും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.